ഹാറ്റ്സ് ഓഫ്. ഇത് ആർക്കാണെന്നറിയോ? സാഫി സാദി എന്ന് പറയുന്ന ഉസ്താദിനെ നിങ്ങൾക്ക് അറിയും അല്ലേ? കർണാടക ഭാഗത്തുള്ള അധികമായിട്ടും ആൾക്കാർക്ക് ഈ ഷാഫി സാദി എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പല വിവാദങ്ങളുണ്ടായേക്കാം, അതിനൊന്നും ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ആ വിവാദങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുമില്ല. നമ്മുടെ വഖഫ് സംബന്ധപ്പെട്ട് അതിലേക്ക് വേണ്ട രീതിയിൽ മറുപടി കൊടുത്ത ഒരു വ്യക്തിയാണ് എനിക്ക് കണ്ടത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ പറയാം. വഖഫ് ബില്ലിനെതിരെ പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്, അതേപോലെ നല്ല രീതിയിൽ ശക്തമായി എതിർക്കുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഡിബേറ്റ് പോലും ഞാൻ ഇരുന്ന് 1 മണിക്കൂർ വരെ ഞാൻ ഇരുന്ന് കേട്ടിട്ടില്ല, സത്യം പറയാണ്, എൻ്റെ ബുദ്ധി വന്നത് മുതൽ. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ 1 മണിക്കൂറും 11 മിനിറ്റും 50 സെക്കൻഡും ഇരുന്ന് ഒരു ഡിബേറ്റ് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷാഫി സാദി എന്ന് പറയുന്ന ഈ ഉസ്താദ്, അദ്ദേഹം ഒരു ഡിബേറ്റിന് പോവുകയാണ്. ഏതോ ഒരു ചാനൽ, ഏഷ്യാനെറ്റ് സുവർണ എന്ന് പറയുന്ന ഏതോ ഒരു ചാനലിൽ, അവർ വിളിച്ചിട്ട് പോവുകയാണ്. പോയി അവിടെ റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിർത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള മറുപടികളാണ് എനിക്കിഷ്ടപ്പെട്ടത്. വഖഫ് സംബന്ധപ്പെട്ട് ഷാഫി സാദിനെ എല്ലാവരും അറിയുന്ന ആൾക്കാർ തന്നെ എന്നെങ്കിലും കൂടി പറയാം. അദ്ദേഹം വഖഫിലൊക്കെ അധികാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധികാരത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിനെ പോലെ അറിവ് വഖഫിനെ സംബന്ധപ്പെട്ട് മറ്റാർക്കും അറിയുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയുന്നവരുണ്ടായേക്കാം, പക്ഷേ ഇവർ അധികാരത്തിലുള്ള ആൾക്കാർക്ക് ഇവർക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ വിഷയത്തിൽ എല്ലാ വിഷയങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അത് കന്നഡയിലാണ് ഉള്ളത്. കേരള ജനങ്ങളും നമ്മുടെ ഈ ഒരു ഓഡിയൻസ് ആയിട്ടുണ്ട്, അതായത് വ്യൂവേഴ്സായിട്ട് വീഡിയോകൾ കാണുന്ന ആൾക്കാരുണ്ട് പല ഭാഗത്തിൽ നിന്ന്. കാസർഗോഡ്, കണ്ണൂർ, അതേപോലെ പയ്യന്നൂർ, ഇങ്ങനെ പല രീതിയിലുള്ള ജാഗയിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചു തരാം. ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എത്രത്തോളം ഇദ്ദേഹത്തിൻ്റെ മറുപടികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കേൾപ്പിച്ചു ತರಾಂ, ഒന്ന് കേട്ട് നോക്കി. ಸರ್ಕಾರ ಯೂಸ್ ಮಾಡಬಹುದು. ನಾನು ಬೆಂಗಳೂರು ನಗರದಲ್ಲಿ ಕನಿಷ್ಠ 200 ಉದಾಹರಣೆಗಳನ್ನ ಕೊಡ್ತೀನಿ. ಮುಜರಾಯಿ ಇಲಾಖೆಯ ಜಾಗದಲ್ಲಿ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಕಟ್ಟಿದ್ದು, ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆ ಕಟ್ಟಿದ್ದು, ತಾಲೂಕು ಆಫೀಸ್ ಕಟ್ಟಿದ್ದು, 200 ಉದಾಹರಣೆಗಳನ್ನು ಬೆಂಗಳೂರು ನಗರದಲ್ಲಿ ಕೊಡ್ತೀನಿ ನಾನು. ವಕ್ಫ್ ಆಸ್ತಿಯಲ್ಲಿ ಒಂದು ಪೊಲೀಸ್ ಸ್ಟೇಷನ್, ಒಂದು ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆ, ಒಂದು ಗೌರ್ಮೆಂಟ್ ಸ್ಕೂಲ್. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ റിപ്പോർട്ടറിൻ്റെ? അതായത് വഖഫ് ആസ്തിയിൽ അല്ലെങ്കിൽ വഖഫിൻ്റെ സ്ഥലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആവട്ടെ, സ്കൂളാവട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കെട്ടിടം പണിതിട്ടുണ്ടോ എന്നാണ് ആ റിപ്പോർട്ടറിൻ്റെ ചോദ്യം. അതിന് അപ്പോൾ തന്നെ മറുപടി അദ്ദേഹം കൊടുക്കുന്ന രീതി കണ്ടോ? ಬಿಜಾಪುರದ ಡಿಸಿ ಆಫೀಸು, SP ಆಫೀಸು, ಅದೇ ರೀತಿಯಲ್ಲಿ ವಿವಾದ ಮತ್ತೊಂದು ಆಗತ್ತ ಅಂತ ಗೊತ್ತಿಲ್ಲ. ವಿಧಾನಸೌಧ, ಪಾರ್ಲಿಮೆಂಟ್ ಎಲ್ಲ ಕಟ್ಟಿ ಯಾರು ಕೇಳಿದಾರೆ ಇಲ್ಲಿ? ಯಾರು ಕೇಳಿದ್ದಾರೆ? ಹೌದು, ಯಕೀನ್ ಶಾ ದರ್ಗಾದ್ದು ಜಾಗ, ಅದು ಡಾಕ್ಯುಮೆಂಟ್ ಇದೆ. ನಾವು ಯಾವತ್ತು ಹೌದು ವಿಧಾನಸೌಧ. ഇതുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തിനെ അഭിനന്ദിക്കണമെന്ന് തോന്നിയത്. ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രമല്ല, ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ല, ഡിബേറ്റ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും യെസ്, അഭിനന്ദിക്കണം എന്ന് തോന്നും. ഈ വഖഫ് സംബന്ധപ്പെട്ട് ചില അറിവുകൾ ഇല്ലാത്തവരാണ് ഇതിനെതിരായി, എന്ന് വെച്ചാൽ ആ ഒരു ബില്ല് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അറിവ് ഇല്ലാത്തവരെന്ന് വെച്ചാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരല്ല, അമുസ്ലിമായ ആൾക്കാരാണ്. പേരെടുത്ത് പറയുന്നില്ല ഏത് സമുദായക്കാരാണെന്ന്. അവരൊക്കെ ഈ വഖഫ് സംബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ അവർക്ക് എന്താണെന്ന് ശരിക്കും ധാരണയില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് ഈ ബില്ല് കൊണ്ടുവരണം, പാസ് ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ ധാരണ ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ അധികമായിട്ടും കാണാൻ വേണ്ടി കഴിയും. അത് കൊണ്ടുവന്നാൽ എന്തൊക്കെ സംഭവിക്കും ഈ ദുനിയാവിൽ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാകും എന്ന് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ എതിർത്ത് ആ ബില്ല് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ ശക്തി നിങ്ങൾ അഡ്യാർ കണ്ണൂരിൽ വെച്ച്, കർണാടക ഭാഗത്ത് അഡ്യാർ കണ്ണൂരിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലക്ഷങ്ങളാണ് അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. മുസ്ലിം സമുദായം എല്ലാം ഒത്തൊരുമിച്ചിട്ട്, എല്ലാ സംഘടനകളും, ഒന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ സംഘടനകളും, അത് ഇനി SK ആവട്ടെ, SSF ആവട്ടെ, അല്ലെങ്കിൽ SDP ആവട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടന ആവട്ടെ, എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ നിന്നാണ്
അവിടെ പ്രതിഷേധം നടത്തിയത്. അതാണ് നമ്മുടെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ. സമുദായത്തിന് എന്തെങ്കിലും എഫക്റ്റ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കെട്ടായി നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലകത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിവുകൾ ഉണ്ട്, മാത്രമല്ല അതിനെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇന്നലെ മുന്നേ അടിയൊരു കണ്ണീരിൽ സംഭവിച്ച ആ ഒരു സമയത്ത് പോലും അദ്ദേഹം നല്ല രീതിയിൽ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും അദ്ദേഹം അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടരെയായി ഈ വഖഫ് ബില്ല് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും ഇതിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം എന്ന് ആദ്യം തന്നെ പ്രവർത്തിക്കുന്നതല്ല, പ്രതിഷേധിക്കാം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വി റിജക്റ്റ് വഖഫ് ബിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വിഷയം, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂസുകളൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊന്നുമല്ല ഞാൻ ഇവിടെ കാണിച്ചത്. ആ ഒരു വ്യക്തിയെ വഖഫ് ബില്ലിനെതിരെ സംസാരിച്ച സംസാരങ്ങളാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.